നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിബിജി റാംജി പദ്ധതിയെക്കുറിച്ച് ബിജെപി നാട്ടിക മണ്ഡലം കമ്മിറ്റി വിശദീകരണ പൊതുയോഗങ്ങൾ നടത്തി. തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് ചടങ്ങുകൾ സമാപിച്ചു. ശനിയാഴ്ച സിനിമാ താരം ജയറാമിന്റെ പഞ്ചാരിമേളം അരങ്ങേറി. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണകരമായ വിബിജി റാംജി പദ്ധതിക്കെതിരെ LDF, UDF മുന്നണികൾ നടത്തുന്ന കള്ളപ്രചാരണത്തിനെതിരെ ബിജെപി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശദീകരണ പൊതുയോഗങ്ങൾ വലപ്പാട് പഞ്ചായത്തിലെ പ്രിയ സെന്ററിൽ നിന്ന് ആരംഭിച്ചു. തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ് ഉദ്ഘാടനം ചെയ്തു. 2ാം വാർഡ് മെമ്പർ രശ്മി ഷിജോ അധ്യക്ഷയായി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ് TG, ധനീഷ് മഠത്തിപ്പറമ്പിൽ, അരുണഗിരി, NS ഉണ്ണിമോൻ, മെമ്പർമാരായ PV ആനന്ദൻ, ജിഷ സജീഷ്, ശോഭന ഷൺമുഖൻ, ജിതിൻ റാം വിയ്യത്ത, കിഷോർ MB, മോഹൻദാസ് ഭഗവതി പറമ്പിൽ, രശ്മി ബിജു കൊലാട്ടുപുരയ്ക്കൽ, സന്ദീപ് കുട്ടിയാട്ടിൽ, KS സോമദത്തൻ എന്നിവർ സംസാരിച്ചു. അമ്മമാരുടെ തൊഴിലില്ലാതാക്കുവാൻ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തി തെരുവോരങ്ങളിലെ അമ്മമാരെ കൊണ്ട് സമരം ചെയ്ത് പാർട്ടി കൊടി പിടിച്ച് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് വിബിജി റാം തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കിയിട്ടുള്ളത്. വിബിജി റാം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് മോദി ഈ രാജ്യത്തെ ആകെ അട്ടിമറിക്കുകയാണ്. വീട് നിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ചെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധന്റെ കുടുംബത്തിന് CPM നിർമ്മിച്ച വീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൈമാറി. തുടർന്ന് പുള്ളിൽ സംഘടിപ്പിച്ച ആത്മാഭിമാന സദസ്സ് ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായ വികസനത്തിന് വേണ്ടി ഈ പട്ടികജാതിക്കാരെ മന്ത്രിയാക്കാൻ പറഞ്ഞു. ഉന്നത കുലജാതരായ ആളുകൾ കൈകാര്യം ചെയ്താലാണ് ആ വകുപ്പ് ശരിയാവുക. ഇത് പറയാൻ സുരേഷ് ഗോപിക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. ചാതുർവർണ്ണ്യത്തിൻ്റെതാണ് അതിൻ്റെ സ്പിരിറ്റ്. ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ്യത്തിൻ്റെ ഘട്ടം, അതിൻ്റെ ഭാഗമായിട്ടുള്ള അഹന്ത നിറഞ്ഞ പെരുമാറ്റം രീതി. ഈ നാടിൻ്റെ ആത്മാഭിമാനം ഇന്നത്തെ പോലെ നിങ്ങൾ ഇന്ന് പ്രകടിപ്പിച്ചതുപോലെ പ്രകടമായ രീതിയിൽ ആരുടെയെങ്കിലും മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നോ? കഴിയില്ല. ഞാൻ ഇതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാക്കിയത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ നമുക്ക് നൽകുന്ന കൃത്യമായ ആജ്ഞ പോലെ ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള കരുത്ത്, ആർജവം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമ്പോഴാണ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നിലപാട് സ്വീകരിച്ച് അതിൻ്റെ ഭാഗവാക്കായി അവരെ കൂടി പങ്കാളികളാക്കി ആത്മാഭിമാന സദസ്സ് നടത്താൻ നമുക്ക് സാധിച്ചത്. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, KS മോഹൻദാസ്, P ചന്ദ്രൻ, സിബി ജോസഫ്, VR ബിജു, TR മീര, ചാഴൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ എന്നിവർ സംസാരിച്ചു. 2024 സെപ്റ്റംബർ 12-നാണ് തെങ്ങ് വീണ് തകർന്ന വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സഹായം അഭ്യർത്ഥിച്ച് പുള്ളിൽ കലങ്ക് സംവാദത്തിനെത്തിയ സുരേഷ് ഗോപിയെ കൊച്ചുവേലായുധൻ സമീപിച്ചത്. ഇതൊന്നും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് അപേക്ഷ സ്വീകരിക്കാതെ കൊച്ചുവേലായുധനെ മടക്കി അയച്ചു.
അപമാനിതനായി തിരിച്ച് കൊച്ചുവേലായുധൻ പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. വിവരമറിഞ്ഞ് അടുത്ത ദിവസം കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധന് CPM പുതിയ വീട് നൽകുമെന്ന് അറിയിച്ചു. തുടർന്നാണ് നാട്ടുകാരുടെയും ചേർപ്പ് ഏരിയയിലെ പാർട്ടി അംഗങ്ങളുടെയും സഹായത്തോടെ 11.5 ലക്ഷം രൂപ ചിലവ് ചെയ്ത് 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടെ 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് 3 മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. കാരമുക്ക് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ് നൊവേന രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ്, വള, ഇടയദണ്ഡ് വെഞ്ചരിപ്പ്, പ്രസുതേന്തി വാഴ്ച, പാട്ടുകുർബാന എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ഫാദർ പോൾ പേരാമംഗലത്ത് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6 മണിക്ക് തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിപ്പ്, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. രാത്രി 8:30 മുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള, ഇടയദണ്ഡ് എഴുന്നള്ളിപ്പ്, സമാപനം, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ടോണി റോസ് വാഴപ്പള്ളി, തിരുനാൾ ജനറൽ കൺവീനർ AV ജോയ്, കൈക്കാരന്മാരായ നെൽസൺ V മാത്യു, സിംസൺ P വർഗീസ്, PM അമർ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി നടുവിൽക്കര പുത്തില്ലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, ഗണപതി ഹോമം, തിരുവാഭരണം എഴുന്നള്ളിച്ചുവയ്ക്കൽ, കാൽനാട്ടുകർമ്മം, ഉഷപൂജ, ഉച്ചപൂജ, പ്രസാദഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് 6 മണിക്ക് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, സംഗീതാർച്ചന, തുടർന്ന് വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം, നാദസ്വരം, ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, കാവടി, തേര് എന്നിവയുടെ അകമ്പടിയോടുകൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, തുടർന്ന് ശാസ്താംപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ നടത്തിയ ആഴിപൂജ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തടയും, ഗുരുതി എന്നിവയോടുകൂടി ദേശവിളക്ക് മഹോത്സവ ചടങ്ങുകൾ പര്യവസാനിച്ചു. ക്ഷേത്ര സംരക്ഷണ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ മണത്തല, സെക്രട്ടറി ഷാജി പള്ളിത്താഴത്ത്, ട്രഷറർ മദനൻ മാനങ്ങത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പെരിയാർ ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബസംഗമവും മ്യൂസിക് ബാൻഡിന്റെ ഉദ്ഘാടനവും എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് നിർവഹിച്ചു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റർ താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സുഹാസ് ചെമ്പിപ്പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അസീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷ ബി അബ്ദുൽ ജബ്ബാർ, ട്രഷറർ സൽമ ഷുക്കൂർ, ജനറൽ സെക്രട്ടറി ഹഫ്സത്ത് ഹസൻ, ഷാജഹാൻ കെ ബി, നൌഷാദ് പട്ടാട്ട്, കബീർ ഉപ്പാട്ട്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാത്തിമത്ത് സഅദില എന്നിവർ സന്നിഹിതരായിരുന്നു. തൃത്തല്ലൂർ കളപ്പുരയിൽ ഇത്തിക്കാട്ടുകാളി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ നട തുറക്കൽ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, പറനിറയ്ക്കൽ, ശീവേലി, തുടർന്ന് പറയെടുപ്പ് എന്നിവ നടത്തി. വൈകിട്ട് 3 മണിക്ക് മുല്ലത്തറയിൽ എഴുന്നള്ളിപ്പ്, തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, വർണ്ണമഴ, നാദസ്വരം, മരംകൊട്ടിപ്പാട്ട്, ശിങ്കാരിമേളം, ദേവാനന്ദമേളം, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. സ്പോർട്സ് കൌൺസിൽ അംഗീകൃത സംഘടനയായ തൃശൂർ ജില്ലാ കരാത്തെ ഡോക്ടർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനുവരി 10, 11 തീയതികളിലായി കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്ത തൃശൂർ ജില്ലാ ടീമിന്റെ പരിശീലന ക്യാമ്പ് വാടാനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ കരാത്തെ അസോസിയേഷൻ ഹെഡ് ബ്രാഞ്ചിൽ ആരംഭിച്ചു. തൃശൂർ ജില്ലാ കരാത്തെ ഡോക്ടർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആര്യ സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റ് CPCG വിദ്യാർത്ഥികൾക്കുള്ള തൃശൂർ ജില്ലാ ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. രാധാകൃഷ്ണൻ, PV സുനിൽ, വിഷ്ണു, സുദേവ്, അഭിഷേക് എന്നിവർ ക്യാമ്പിന്റെ മുഖ്യ പരിശീലകരായി. തൃശൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ ഭാരവാഹികളായ ജംഷീദ്, മുകേഷ്, ജിസ്മ, ഈശ്വരൻ, തോമസ്, രജീഷ്, വിപിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു. നമ്മുടെ തന്നെ 46ാം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇത്ര വർഷമായിട്ട് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ജില്ലാ ടീമിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പ്. നമ്മുടെ കുട്ടികളെ പരസ്പരം മനസ്സിലാക്കാനും കോച്ചസിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവരും കോച്ചസുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുവരാൻ. ഇപ്പോൾ ടൂർണമെൻറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മുകേഷൻസിയും ജംഷൻസിയും മെൻഷൻ ചെയ്തപോലെ തൃശ്ശൂർ ജില്ല പല പല രീതിയിൽ മാറിയിരിക്കുകയും അത് നമ്മൾ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയായിട്ടാണ്. നമ്മൾ പല പല ക്ലബ്ബുകളുടെ പേരിൽ മത്സരിക്കുകയും അതിൻ്റെ വിജയം കണ്ടെത്തുകയും അടുത്തത് നമ്മൾ തൃശ്ശൂർ ജില്ലാ ടീമാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെ വിജയം നമ്മുടെ തൃശ്ശൂർ ജില്ലാ ടീമിൻ്റെ വിജയമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു വേദി കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നമ്മൾ നടത്തേണ്ട അത്യാവശ്യം. അപ്പോൾ അന്തിക്കാട് പട്ടണവേദി ക്ലബിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തി. ക്ലബ്ബ് ഭാരവാഹിയായ ബിജു പള്ളിക്കുന്നതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജോബി ഉദ്ഘാടനം ചെയ്തു. രാഹുൽ പാടൂർ, 4ാം വാർഡ് മെമ്പർ ശ്രീവത്സൻ, 5ാം വാർഡ് മെമ്പർ ശാലിനി സന്ദീപ്, ആനന്ദൻ നെച്ചിക്കോട്ട്, ആനന്ദൻ അറയ്ക്കൽ, ചിപ്പി എന്നിവർ സംസാരിച്ചു. കെമിസ്ട്രി PhD നേടിയ ക്ലബ് അംഗമായ അനീഷ് ആനന്ദിനെ ചടങ്ങിൽ അനുമോദിച്ചു. ക്ലബ് അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സേവന സന്നദ്ധരായ യുവാക്കളുടെ സാമൂഹിക ജീവകാരുണ്യ കലാ സാംസ്കാരിക തലങ്ങളിൽ അന്തിക്കാടിന്റെ ജസ്റ്റിസ് ഉയർത്തിപ്പിടിക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ പട്ടണവേദി ക്ലബിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.
ഇടവേള. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അന്തിക്കാട് പടിയം കൊച്ചത്ത് ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ നിർമാല്യ ദർശനം, വാഗച്ചാർത്ത്, ഗണപതി ഹവനം, ഉഷപൂജ എന്നിവ നടന്നു. ശേഷം താലത്തോടുകൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി പ്രവീൺ കൊടുങ്ങല്ലൂർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളവും പൂരം എഴുന്നള്ളിപ്പും നടന്നു. നാടു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി. ശേഷം വർണ്ണമഴയും ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിരക്കളിയും അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KA ഹരിദാസൻ, സെക്രട്ടറി KG മഹേന്ദ്രൻ, ട്രഷറർ KV ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുറ്റിച്ചൂർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം കരയോഗ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് A സുരേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EM അച്യുതൻ അധ്യക്ഷത വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം മുൻ ചെയർമാൻ PN ശങ്കർ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ താലൂക്ക് NSS യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ ചികിത്സാ സഹായ വിതരണം നടത്തി. തൃശൂർ താലൂക്ക് NSS യൂണിറ്റ് കമ്മിറ്റി അംഗം UP കൃഷ്ണനുണ്ണി സ്കോളർഷിപ്പ് വിതരണം നടത്തി. മുറ്റിച്ചൂർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് സ്മിത മണികണ്ഠൻ, സെക്രട്ടറി K ചിത്രാംഗതൻ, വനിതാ സമാജം സെക്രട്ടറി ബിന്ദു നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും അരങ്ങേറി. ശേഷം വൈകിട്ട് സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. ക്രിസ്ത്യൻ സമുദായത്തിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പള്ളികളും ആകാശം മുട്ടുന്ന ഉയരത്തിലാണ് അവർ പണിയുന്നത്. മുസ്ലിം പള്ളികളുടെയും സ്ഥിതി മറിച്ചൊന്നുമല്ല. എന്താണ് അവരുടെ സമുദായങ്ങളിൽ പറയുന്നത് നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് അവർ പറയുന്നത്
ഇനിയിപ്പോൾ വരുന്നൊരു കാലഘട്ടം അങ്ങനെയാ. ഹിന്ദുക്കൾ നവോത്ഥാനം അവരിങ്ങനെ വലുതായി വരിക. കണ്ടില്ലേ, അയോധ്യ കണ്ടില്ലേ, വടക്കുന്നാഥ അമ്പലത്തിന് ചുറ്റും കണ്ടില്ലേ, മറ്റ് തൃശ്ശൂരുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വളർച്ച കണ്ടില്ലേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ ഒരു തട്ട് കിട്ടുകയാണെങ്കിൽ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഓടിച്ചിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന സ്ഥലം പള്ളിയാണ്. പള്ളിയിൽ വലിപ്പമായിക്കോട്ടെ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന് നിൽക്കാം, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വീടുകളിൽ നിന്നും ബലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച പൈസ മുഴുവൻ കൊടുക്കുക. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ശനിയാഴ്ച വൈകിട്ട് സിനിമാ താരം ജയറാമിന്റെ നേതൃത്വത്തിൽ 100-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. കോട്ടയം ഐശ്വര്യ കലാസമിതിയുടെ കരകാട്ടവും ചക്കുളത്ത് കാവ് ധ്രുവം കലാസമിതിയുടെ കലാരൂപങ്ങളും ഉത്സവത്തിന് പൊലിമ കൂട്ടി. തുടർന്ന് ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളിപ്പിന് ചെമ്പടമേളം അകമ്പടിയായി. തുടർന്ന് വർണ്ണമഴയുമുണ്ടായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ പത്മകളത്തിൽ പൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് പ്രസാദവൂട്ട്, പത്മകളത്തിൽ നൃത്തം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കക്കാട് അതുൽ കെ മാരാർ, ചെറുശ്ശേരി അർജുൻ എസ് മാരാർ എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ രൂപക്കളം തൊഴൽ മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയോ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വൈകിട്ട് തിറ മണ്ണാർക്ക് യാത്രയയപ്പ് നൽകി. ഇതോടെ 12 ദിവസം നീണ്ടുനിന്ന കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ തിറവെള്ളാട്ട ചടങ്ങുകൾ സമാപിച്ചു. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറി. രാവിലെ വിശേഷാൽ പൂജകൾ, പട്ടും താലിയും ചാർത്തൽ എന്നിവ നടന്നു. വൈകിട്ട് പഴങ്ങാമ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഡോക്ടർ പ്രത്യൂഷ് പോക്കാഞ്ചേരി നിർവഹിച്ചു. മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ
നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ എൻട്രൻസ് അതിയായ സന്തോഷം. ഇത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ക്ഷേത്രത്തിനും ക്ഷേത്രകാര്യങ്ങൾക്കും അന്നദാനത്തിനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാം ഭാഗ്യം തന്നെയാണ്. ശിവപാദം തൃപ്രയാറിന്റെ തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ കെ കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി ടീച്ചർ, സി കെ പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് അരയമ്പറമ്പിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കമായി. 1-ാം ദിവസം രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, നാഗങ്ങൾക്ക് പാലും നൂറും, ഉച്ചപൂജ, മുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, തുടർന്ന് കളത്തിൽ നൃത്തം, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴപൂജ, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, പ്രസാദഊട്ട്, കളത്തിനർത്ഥം എന്നിവ നടന്നു. ദേവസ്ഥാനാപതി രവി രത്നാകരൻ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചൂലൂർ ശൂരനെല്ലൂർ ശ്രീ കടലായി ശിവക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം തിരുവാതിര ദിവസം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഏങ്ങൂർ വിജയൻ മാസ്റ്റർ മകൾ മിനി രഘുത്തമൻ ശ്രീ പാർവതി ദേവിയുടെ നടയിൽ ദീപസ്തംഭം സമർപ്പിച്ചു. തുടർന്ന് മഹാനിവേദ്യ സമർപ്പണം നടത്തി. കാരുമാത്ര ഗുരുപഥത്തിലെ വിനോദശാന്തി പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ദേവിക്ക് പട്ടും താലിയും ചാർത്താൻ രാവിലെ മുതൽ ധാരാളം ഭക്തർ എത്തിച്ചേർന്നു. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ ശിവഗംഗ ചൂലൂർ, ശിവദം അന്തിക്കാട്, യോഗിനിമാത ചൂലൂർ തുടങ്ങി വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തി റിജേഷ്, ക്ഷേത്രസമിതി രക്ഷാധികാരി പ്രദീപ് അരയമ്പറമ്പിൽ, ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അരയമ്പറമ്പിൽ, അജയ് ഘോഷ് കാണാശ്ശേരി, ദിനേശ് അരയമ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, അനിൽകുമാർ ചെമ്പാപുള്ളി എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തിക ബിസിനസ് രംഗത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചെയർമാൻ രാജേഷ് പറശ്ശേരിയെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ KB അജയ് ഘോഷ്, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് VC സുനിൽകുമാർ എന്നിവർ ചേർന്ന് അവാർഡ് നൽകി ആദരിച്ചു. രാവിലെയും വൈകിട്ടും ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. വീണ്ടും ഒരിടവേള.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് സെന്റർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV മോഹനൻ, 4ാം വാർഡ് മെമ്പർ നസീമ ബഷീർ എന്നിവർക്ക് സ്വീകരണം നൽകി. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ K. ഗോവിന്ദൻ മാസ്റ്റർ, RIM സക്കറിയ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. തുടർന്ന് PK മോഹനൻ മാസ്റ്ററും നസീമ ബഷീറും സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. സെക്രട്ടറി CR ഗണേഷ് മാസ്റ്റർ, K. ഗോവിന്ദൻ മാസ്റ്റർ, RIM സക്കറിയ, TA ഗ്രിഗോറിയസ് മാഷ്, രാജു വെന്നിക്കൽ, മേരി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. സ്ഥലം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറില്ല. ആ റോഡ് അല്ലാതെ വീതി കൂട്ടാനോ അല്ലാതെയുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വെല്ലുവിളി ഉയർത്തി. മാത്രമല്ല, എന്തെങ്കിലും ചെയ്തല്ല അപ്പം ഞങ്ങൾ കോർട്ടിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ ഇടും. ഈ വെല്ലുവിളി മനസ്സിൽ വെച്ചുകൊണ്ട് മണലൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കി. മാർച്ച് മാസത്തിൽ വിളവെടുക്കാൻ പാകത്തിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഖില മോഹനൻ, KV ഡേവിസ്, ശോഭിക രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 4ാം വാർഡിൽ 1.5 ഏക്കർ സ്ഥലത്ത് ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ കൃഷി നമ്മൾ ചെയ്യുന്നത്. മാർച്ച് മാസത്തിൽ നല്ല വേനൽ അവധിക്കാലത്ത് വിളവെടുക്കാവുന്ന രൂപത്തിലുള്ള തണ്ണിമത്തൻ കൃഷിയാണ് ശോഭിയച്ചിയുടെ നേതൃത്വത്തിൽ, കുടുംബശ്രീയുടെയൊക്കെ നേതൃത്വത്തിലൂടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ തണ്ണിമത്തൻ കൃഷി ഇവിടെ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇരുചക്രവാഹനം വൈദ്യുതി തൂണിലിടിച്ച് കാരമുക്ക് സ്വദേശിക്ക് പരിക്ക്. വാടാനപ്പള്ളി മരണവളവിന് വടക്ക് ഭാഗത്തായി ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് പൂതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പന്നിപ്പുലത്ത് വേണുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേപ്പാളിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വിന്റർ യൂത്ത് ഗെയിംസിൽ ആം റെസ്ലിംഗിൽ 4 ഗോൾഡ് മെഡലുകൾ അരിമ്പൂർ സ്വദേശി ആദ്രിജ മനോജ് സ്വന്തമാക്കി. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഒരുപോലെ 1ാം സ്ഥാനം നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ആദ്രിജയെ CPI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ വീട്ടിലെത്തി അനുമോദിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KV വിനോദൻ, മണ്ഡലം കമ്മിറ്റി അംഗം KK മുകുന്ദൻ, ലോക്കൽ സെക്രട്ടറി ഷിമി ഗോപി, അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KS ശശി, അഡ്വക്കേറ്റ് ലാജു ലാസർ, ശ്രീനാഥ് ഇപ്റ്റ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ചനം 2ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരുമ റോഡ് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് SC പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. റോഡിനോട് ചേർന്നുള്ള തോടിന്റെ ഭാഗം കെട്ടിയൊതുക്കി മുകളിൽ കൈവരി ഉൾപ്പെടെ സ്ഥാപിച്ച് സിമന്റ് കട്ടകൾ വിരിച്ചാണ് റോഡ് നിർമ്മിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ചനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് അംഗം ജിസി രഘുനാഥ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മുൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ RK ബേബി, KG സജീവ് എന്നിവർ സംസാരിച്ചു. ഇവിടെയും ആ മാറ്റം നമുക്ക് പ്രതിഫലിക്കും. ചില പരാതികളൊക്കെ ചില ആളുകൾ പറഞ്ഞു, വികസന പരിപാടി നടപ്പാക്കുമ്പോൾ ചില പരാതികളൊക്കെ ഉണ്ടാവും.
സ്വാഭാവികമാണ്. ചിലപ്പോൾ അത് വേണ്ട സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അപ്പം പരിഹരിക്കാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് പരിഹരിക്കാൻ കഴിയും. നാട്ടിക വിൻഷുവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ PM സിദ്ദീഖ് കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തുകൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് രക്ഷാധികാരി ആനന്ദൻ MS അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സനിൽ CS, രവി KR, റാനീഷ് K രാമൻ, ഉണ്ണി KV, അനിൽ MK, രമേശ് KR, സജീവൻ മലയാറ്റിൽ, അശോകൻ MC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്യാമ്പിന് പരിശീലന നേതൃത്വം നൽകിയ പ്രേംജിത്തിന് സ്നേഹോപഹാരം നൽകി. ഇടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാൾ നടന്നു. പ്രസിദ്ധേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവീന എന്നിവയുണ്ടായി. ഫാദർ ജിൻഡോ പെരപ്പാടൻ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന അമ്പെഴുന്നള്ളിപ്പ് രാത്രി 10 മണിയോടുകൂടി പള്ളിയിൽ എത്തിച്ചേർന്നു. വികാരി ഫാദർ ജിബിൻ നായത്തോടൻ, കൈക്കാരൻ ടോണി താടിക്കാരൻ, ആൻജോ ഐനിക്കൽ, തിരുനാൾ കൺവീനർ ജോൺസൺ KM, പബ്ലിസിറ്റി കൺവീനർ ബെന്നി ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VBG റാംജി പദ്ധതിയെക്കുറിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി വിശദീകരണ പൊതുയോഗങ്ങൾ നടത്തി. തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് ചടങ്ങുകൾ സമാപിച്ചു. ശനിയാഴ്ച സിനിമാ താരം ജയറാമിന്റെ പഞ്ചാരിമേളം അരങ്ങേറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.